മെസോണിന്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കും വേണ്ടി ഞാൻ പങ്കുവയ്ക്കുന്നത് 6ാം ക്ലാസ്സിലെ ശരാശരി ആവറേജ് എന്ന പാഠഭാഗത്തിലെ 24-25 പേജുകളിലെ പഠന പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കും വേണ്ടി ഞാൻ പങ്കുവയ്ക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. സ്ക്രീനിലേക്ക് നോക്കൂ. സ്കൂൾ ലൈബ്രറിയിലേക്ക് കുട്ടികളിൽ നിന്ന് പുസ്തകങ്ങൾ ശേഖരിക്കാൻ തീരുമാനിച്ചു. തന്നിരിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കി പട്ടിക പൂർത്തിയാക്കുക. Children were asked to donate books to the school library. Using the given details, fill up the table below. ഓക്കെ, തന്നിരിക്കുന്ന ടേബിൾ നോക്കൂ, പട്ടിക നോക്കൂ. ഒന്നാമത്തെ കോളത്തിൽ ക്ലാസ് തന്നിട്ടുണ്ട്. 6A, 6B, 6C, 6D എന്നീ ക്ലാസുകൾ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ കോളത്തിൽ കുട്ടികളുടെ എണ്ണം, നമ്പർ ഓഫ് ചിൽഡ്രൻ തന്നിട്ടുണ്ട്. മൂന്നാമത്തെ കോളം പുസ്തകങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ബുക്സ്. നാലാമത്തെ കോളം ശരാശരി, ആവറേജ് എന്നീ രൂപത്തിൽ തന്നിട്ടുണ്ട്. ചില കളങ്ങളിൽ വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ട ഭാഗം പൂർത്തിയാക്കുക എന്നതാണ് നമ്മുടെ പ്രവർത്തനം. അതായത് തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കണം. നോക്കൂ, 6A ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണവും പുസ്തകങ്ങളുടെ എണ്ണവും ശരാശരിയും ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. നോക്കൂ, ഇനി 6B ക്ലാസ്സിൽ നമ്മൾ കണ്ടെത്തേണ്ടത് ശരാശരിയാണ്, ആവറേജ് ആണ്. നോക്കൂ, ഇവിടെ പുസ്തകങ്ങളുടെ എണ്ണം 240, കുട്ടികളുടെ എണ്ണം 40. ശരാശരി കാണാൻ നമുക്കറിയാം, ആകെ എണ്ണത്തെ എണ്ണം കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത്. അതായത് പുസ്തകങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ കുട്ടികളുടെ എണ്ണം, നമ്പർ ഓഫ് ബുക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ചിൽഡ്രൻ. അപ്പോൾ നമുക്ക് ശരാശരി ലഭിക്കും. അഥവാ 240നെ 40 കൊണ്ട് ഹരിക്കണം. 240നെ 40 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ലഭിക്കുക 6 ആണ്. അപ്പോൾ 6B ക്ലാസ്സിലെ ശരാശരി നമ്മൾ കണ്ടെത്തി. 6 എന്നാണ് അവിടെ ശരാശരി നമുക്ക് ലഭിക്കുക. ഇനി നോക്കൂ, 6C ക്ലാസ്സിൽ നമ്മൾ കാണേണ്ടത് കുട്ടികളുടെ എണ്ണമാണ്, നമ്പർ ഓഫ് ചിൽഡ്രൻ. അതിനുവേണ്ടി പട്ടികയിൽ പുസ്തകങ്ങളുടെ എണ്ണം 175 എന്ന് തന്നിട്ടുണ്ട്. ശരാശരി, ആവറേജ് 5 എന്നും തന്നിട്ടുണ്ട്. നമ്മൾ കാണേണ്ടത് കുട്ടികളുടെ എണ്ണമാണ്, നമ്പർ ഓഫ് ചിൽഡ്രൻ. ഓക്കെ, ഇവിടെ നമ്മൾ ആൻസർ കാണുമ്പോൾ പുസ്തകങ്ങളുടെ എണ്ണത്തെ ശരാശരി കൊണ്ട് ഹരിക്കണം. അതായത് നമ്പർ ഓഫ് ബുക്സ് ഡിവൈഡഡ് ബൈ ആവറേജ്. അപ്പോൾ നമുക്ക് കുട്ടികളുടെ എണ്ണം ലഭിക്കും 175/5. 175/5 എന്ന് പറയുമ്പോൾ 35 ആയിരിക്കും കുട്ടികളുടെ എണ്ണം ഉണ്ടാവുക. നമ്പർ ഓഫ് ചിൽഡ്രൻ 35. ഓക്കെ, അപ്പോൾ 6C ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം നമ്മൾ കണ്ടെത്തി. ഇനി നോക്കൂ, 6D ക്ലാസ്സിൽ നമ്മൾ കാണേണ്ടത് പുസ്തകങ്ങളുടെ എണ്ണമാണ്. അതിനുവേണ്ടി പട്ടികയിൽ കുട്ടികളുടെ എണ്ണവും ശരാശരിയും തന്നിട്ടുണ്ട്. കുട്ടികളുടെ എണ്ണം, നമ്പർ ഓഫ് ചിൽഡ്രൻ 32, ശരാശരി ആവറേജ് 10. നമ്മൾ ആകെ പുസ്തകങ്ങളുടെ എണ്ണം കാണണം. അതിനുവേണ്ടി കുട്ടികളുടെ എണ്ണത്തെ ശരാശരി കൊണ്ട് ഗുണിക്കണം. കുട്ടികളുടെ എണ്ണം ഗുണിക്കണം ശരാശരി, നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻറ്റു ആവറേജ്. അഥവാ 32 ഗുണിക്കണം 10 സമം 320. അപ്പോൾ നമുക്ക് പുസ്തകങ്ങളുടെ എണ്ണം ലഭിച്ചു 320. ഇപ്പോൾ ഇതിലെ മുഴുവൻ ആൻസറും നമ്മൾ കണ്ടെത്തി. ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. സ്ക്രീനിലേക്ക് നോക്കൂ. ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ആണ്. ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 12 ആയി. ടീച്ചറുടെ വയസ്സ് എത്രയാണ്? ദ ആവറേജ് ഏജ് ഓഫ് എ ചൈൽഡ് ഇൻ എ ക്ലാസ് ഓഫ് 35 ഈസ് 11. ദ ആവറേജ് ഏജ് ഇൻക്ലൂഡിംഗ് ദ ടീച്ചർ ഈസ് 12. How old is the teacher?
ഈ പ്രവർത്തനത്തിന് ആൻസർ കാണുക എന്നുള്ളത് വളരെ ലളിതമായ രീതിയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇവിടെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 എന്ന് തന്നിട്ടുണ്ട്. അതായത് ദ ആവറേജ് ഏജ് ഓഫ് എ ചൈൽഡ് ഇൻ എ ക്ലാസ് ഓഫ് 35 ഈക്വൽ ടു 11. നമ്മൾ കാണേണ്ടത് ടീച്ചറുടെ വയസ്സാണ്. അതിനുവേണ്ടി ടീച്ചറും കൂടി വന്നപ്പോൾ ശരാശരി വയസ്സ് 12 എന്ന് പ്രവർത്തനത്തിൽ തന്നിട്ടുണ്ട്. അതായത് ശരാശരി വയസ്സ് 1 കൂടിയിട്ടുണ്ട്. നോക്കൂ, ഈ പ്രവർത്തനത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി നമ്മൾ കാണേണ്ടത് 35 കുട്ടികളുടെ ആകെ വയസ്സ് നമ്മൾ ആദ്യം കാണണം. ടോട്ടൽ ഏജ് ഓഫ് 35 ചിൽഡ്രൻ അഥവാ 35 ഗുണിക്കണം 11. 35 ഗുണിക്കണം 11 നമുക്ക് ലഭിക്കുന്ന ആൻസർ 385 ആണ്. ഇനി ടീച്ചറെയും കൂടി ചേർത്തപ്പോഴുള്ള ആകെ വയസ്സ് നമ്മൾ കാണണം. അതിനുവേണ്ടി നമുക്കറിയാം 35 കുട്ടികളാണ് ആദ്യം ഉണ്ടായിരുന്നത്. അതിലേക്ക് ടീച്ചറും കൂടെ വരുന്ന സമയത്ത് 36 പേരായി മാറും. ആ സമയത്ത് ശരാശരി വയസ്സ് 12 മാറുന്നുണ്ട്. അപ്പോൾ ടീച്ചറെയും കൂടി ചേർത്തപ്പോഴുള്ള ആകെ വയസ്സ് എന്ന് പറയുന്നത് 36 ഗുണിക്കണം 12 സമം 432. അതായത് ടോട്ടൽ ഏജ് ഓഫ് 35 ചിൽഡ്രൻ ആൻഡ് ടീച്ചർ 36 into 12 equal to 432. ഓക്കെ, ഇനി നമുക്ക് ടീച്ചറുടെ വയസ്സ് കാണുക എന്നുള്ളത് പ്രയാസമില്ല. നമ്മൾ കാണേണ്ടത് ടീച്ചറെയും കൂടെ ചേർത്തപ്പോഴുള്ള ആകെ വയസ്സിൽ നിന്ന് 35 കുട്ടികളുടെ ആകെ വയസ്സ് കുറക്കുകയാണ് വേണ്ടത്. അഥവാ 432 നിന്നും 385 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ലഭിക്കുക 47 ആണ്. ഇതാണ് ടീച്ചറുടെ വയസ്സ്. ഏജ് ഓഫ് ദ ടീച്ചർ ഈക്വൽ ടു 47. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. സ്ക്രീനിലേക്ക് നോക്കൂ. ഒരു കൂട്ടത്തിലെ 10 കുട്ടികളുടെ ശരാശരി ഭാരം 35 കിലോഗ്രാം ആണ്. സോനുവും കൂടി പുതുതായി ചേർന്നപ്പോൾ അവരുടെ ശരാശരി ഭാരം 36 കിലോഗ്രാം ആയി മാറി. സോനുവിന്റെ ഭാരം എത്രയാണ്? The average weight of a kid in a group of 10 is 35 kilograms. When Sonu also joined them, the average became 36 kilograms. How much does Sonu weigh? Okay, ഇതിന് ആൻസർ കാണുന്ന വിധം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ആൻസർ കാണുമ്പോൾ ആദ്യം നമ്മൾ കാണേണ്ടത് 10 കുട്ടികളുടെ ആകെ ഭാരം നമ്മൾ കാണണം. ടോട്ടൽ വെയിറ്റ് ഓഫ് 10 കിഡ്സ് 10 ഗുണിക്കണം 35 350 കിലോഗ്രാം ആയിരിക്കും ഉണ്ടാവുക. ഇതിലേക്ക് സോനുവും കൂടി പുതുതായി വന്നു ചേർന്നപ്പോൾ അവരുടെ ശരാശരി ഭാരം 36 കിലോഗ്രാം ആയി മാറുന്നുണ്ട്. അപ്പോൾ സോനുവും കൂടി പുതുതായി ചേർന്നപ്പോൾ അവരുടെ ആകെ ഭാരം, അതായത് ടോട്ടൽ വെയിറ്റ് ഇൻക്ലൂഡിംഗ് സോനു 36നെ 11 കൊണ്ട് ഗുണിക്കണം. 36നെ 11 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 396 കിലോഗ്രാം ആയിരിക്കും. നമ്മൾ കാണേണ്ടത് സോനുവിന്റെ ഭാരമാണ്, വെയിറ്റ് ഓഫ് ദ സോനു. ഇത് കാണുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. നമുക്ക് കാണേണ്ടത് സോനുവും കൂടി പുതുതായി ചേർന്നപ്പോൾ ഉള്ള ആകെ ഭാരത്തിൽ നിന്നും 10 കുട്ടികളുടെ ആകെ ഭാരം കുറച്ചാൽ നമുക്ക് അതിന് ആൻസർ ലഭിക്കും. അഥവാ 396 മൈനസ് 350 സമം 46 കിലോഗ്രാം. അതായത് സോനുവിന്റെ ഭാരം, വെയിറ്റ് ഓഫ് ദ സോനു ഈക്വൽ ടു 46 കിലോഗ്രാംസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. സ്ക്രീനിലേക്ക് നോക്കൂ. ഒരു വിദ്യാലയത്തിൽ 8 അധ്യാപകരാണുള്ളത്. 35 വയസ്സുള്ള ഒരു അധ്യാപകൻ സ്ഥലം മാറിപ്പോയി. പകരം മറ്റൊരു അധ്യാപകൻ വന്നപ്പോൾ അധ്യാപകരുടെ ശരാശരി വയസ്സ് 2 കൂടി. പുതുതായി വന്ന അധ്യാപകന്റെ പ്രായം എത്രയാണ്? There are
8 teachers in a school when a 35-year-old teacher was transferred and another teacher joined. The average age was increased by 2 years. How old is the new teacher? ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ആൻസർ, ഉത്തരം കാണുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 35 വയസ്സുള്ള അധ്യാപകൻ സ്ഥലം മാറിപ്പോയാൽ ബാക്കിയുള്ള 7 അധ്യാപകരുടെ ശരാശരി വയസ്സിൽ മാറ്റമില്ല. അതായത് if a 35-year-old teacher is transferred, there is no change in the average age of remaining 7 teachers. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു അധ്യാപകൻ സ്ഥലം മാറിപ്പോകുമ്പോൾ ബാക്കിയുള്ള 7 അധ്യാപകരുടെ ശരാശരി വയസ്സിൽ മാറ്റം വരുന്നില്ല. അപ്പോൾ പുതുതായി ഒരു അധ്യാപകൻ വരുമ്പോൾ അധ്യാപകരുടെ ശരാശരി വയസ്സ് 2 കൂടുന്നുണ്ട്. അപ്പോൾ 8 അധ്യാപകരുടെ കൂടുന്ന വയസ്സ് എന്ന് പറയുന്നത് 8 ഗുണിക്കണം 2 സമം 16. ഇനി നമ്മൾ ആൻസർ കാണേണ്ടത് പുതുതായി വന്ന അധ്യാപകന്റെ വയസ്സാണ്. ദ ഏജ് ഓഫ് ദ ന്യൂ ടീച്ചർ. അപ്പോൾ നമ്മൾ കാണേണ്ടത് 8 ഗുണിക്കണം 2 നമുക്ക് ലഭിക്കുക 16. ഈ 16നോട് കൂടി സ്ഥലം മാറിപ്പോയ അധ്യാപകന്റെ വയസ്സായ 35 കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ ലഭിക്കും. അഥവാ 16 പ്ലസ് 35 സമം 51. നമുക്ക് ആൻസർ, അതിന്റെ ഉത്തരമായിട്ട് വരിക 51. പുതുതായി വന്ന അധ്യാപകന്റെ വയസ്സ്, ദ ഏജ് ഓഫ് ദ ന്യൂ ടീച്ചർ ഈക്വൽ ടു 51.